നമുക്കിനി അലങ്കാരം നോക്കാം. അലങ്കാരത്തിൽ ആദ്യത്തെ അലങ്കാരം ഇതാണ്, ഉപമയാണ്. കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവുക, പക്ഷെ അലങ്കാരമാണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്കിതിൽ പഠിക്കേണ്ടത് ലക്ഷണവും അതിൻ്റെ ഉദാഹരണവുമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു മൊഡ്യൂൾ പഠിച്ചു പോവാം. അപ്പോൾ ഉപമാലങ്കാരത്തിൻ്റെ ലക്ഷണം എന്താണ്? ഉപമായത്ര സാദൃശ്യലക്ഷ്മീരുല്ലസതി ദ്വയോഹോ. യത്ര ദ്വയോഹോ സാദൃശ്യലക്ഷ്മീരുല്ലസതി തത്ര ഉപമാലങ്കാരഃ. എവിടെയാണോ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള സാദൃശ്യത്തെ പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള സാദൃശ്യം പറയുന്നത്, അവിടെ ഉപമാലങ്കാരം. അപ്പോൾ ഉപമായത്ര സാദൃശ്യലക്ഷ്മീരുല്ലസതി ദ്വയോഹോ, യത്ര ദ്വയോഹോ സാദൃശ്യലക്ഷ്മീരുല്ലസതി തത്ര ഉപമാലങ്കാരഃ. അപ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള സാദൃശ്യം പറയുമ്പോൾ അവിടെ ഉപമാലങ്കാരം. ഈ ഉപമാലങ്കാരത്തിന് 4 ഘടകങ്ങളുണ്ട്. ഏതൊക്കെ? ഉപമാനം, ഉപമേയം, സാധാരണോധർമ്മം, ഉപമാവാചകം. ഏതൊക്കെയാണ്? ഉപമാനം, ഉപമേയം, സാധാരണോധർമ്മം, ഉപമാവാചകം. ഇങ്ങനെ 4 ഘടകങ്ങൾ. അതിൽ അധിക ഗുണമുള്ളത് അല്ലെങ്കിൽ പ്രസിദ്ധമായത് ഉപമാനം. അതായത് നമ്മൾ എന്തുകൊണ്ടാണോ, ഇപ്പം നമ്മളൊരു എന്താ പറയുക, ചന്ദ്രനെ മുഖമായിട്ട് വർണ്ണിക്കുന്നു. അപ്പം മുഖത്തെ എന്തിനോടാണ് സാമ്യപ്പെടുത്തുന്നത്? ചന്ദ്രനുമായിട്ട്. ചന്ദ്രനാണല്ലേ അവിടെ പ്രസിദ്ധമായിട്ടല്ലേ. മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ ചന്ദ്രനാണ് പ്രസിദ്ധം, അല്ലെങ്കിൽ അധിക ഗുണമുള്ളത് ചന്ദ്രനാണ്. ചന്ദ്രനെ വെച്ചാണ് നമ്മൾ അവിടെ സാദൃശ്യം പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ അവിടെ ഉപമാനം. പിന്നെയോ എന്തിനെയാണോ അവിടെ വർണ്ണിക്കുന്നത് അത് ഉപമേയം. അപ്പോൾ മുഖം അവിടെ ഉപമേയം. അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും സാധാരണ കോമൺ ആയിട്ടുള്ള ധർമ്മം എന്താണോ അതാണ് അവിടെ സാധാരണോധർമ്മം. പിന്നെ ഈ പോലെയുള്ള, അതായത് ഇവ പോലുള്ള സാദൃശ്യവാചകങ്ങളാണ് ഉപമാവാചകം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉദാഹരണം, നമ്മുടെ ടെക്സ്റ്റ് അനുസരിച്ചിട്ടുള്ള ഉദാഹരണം എന്താണ്? ഹംസീവ കൃഷ്ണ തേ കീർത്തി സ്വർഗംഗാം അവഗാഹതേ. ഹേ കൃഷ്ണ തേ കീർത്തി ഹംസീവ സ്വർഗംഗാം അവഗാഹതേ. അല്ലയോ കൃഷ്ണ, നിന്റെ കീർത്തി ഹംസത്തെ പോലെ സ്വർഗംഗയെ അവഗാഹനം ചെയ്യുന്നു. അപ്പൊ കൃഷ്ണന്റെ കീർത്തി ഹംസത്തെ പോലെ സ്വർഗംഗ വരെ അവഗാഹനം ചെയ്യുന്നു എന്നാ പറഞ്ഞേക്കണേ. അപ്പോ ഇവിടെ കൃഷ്ണന്റെ കീർത്തിയെ ഹംസത്തോട് ഉപമിക്കുകയാണ് അല്ലേ. കൃഷ്ണന്റെ കീർത്തിയെ ഹംസത്തോട് ഉപമിക്കുന്നു. അങ്ങനെ ഉപമിക്കുമ്പോൾ കൃഷ്ണന്റെ കീർത്തി എന്താണ്? ഉപമേയമാണ്. അതായത് കീർത്തിയാണല്ലേ അവിടെ വർണ്ണിക്കുന്നത്. എന്തിനോടാണ് വർണ്ണിക്കുന്നത്? ഹംസത്തോട്. അപ്പൊ ഹംസമാണ് അവിടെ പ്രസിദ്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ അധിക ഗുണമുള്ളത്. ഹംസം അവിടെ ഉപമാനം. പിന്നെയോ കൃഷ്ണന്റെ കീർത്തി ഉപമേയം. സ്വർഗംഗാം അവഗാഹനം എന്ന് പറയുന്നത് സാധാരണോധർമ്മം. രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ധർമ്മം എന്താണ്? സ്വർഗംഗാം അവഗാഹനമാണ്. അതുപോലെ തന്നെ ഹംസി ഇവ, ഇവ എന്നുള്ളത് ഉപമാവാചകം. ഇങ്ങനെ 4 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഉപമയുടെ ലക്ഷണം എന്താണ്? ഉപമായത്ര സാദൃശ്യലക്ഷ്മീരുല്ലസതി ദ്വയോഹോ ഹംസീവ കൃഷ്ണ തേ കീർത്തി സ്വർഗംഗാം അവഗാഹതേ. എത്ര ദ്വയോഹോ സാദൃശ്യലക്ഷ്മീരുല്ലസതി തത്ര ഉപമാലങ്കാരഃ. ഉദാഹരണം എന്താണ്? ഹേ കൃഷ്ണ തേ കീർത്തി ഹംസീവ സ്വർഗംഗാം അവഗാഹതേ. അപ്പൊ ഉപമ മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തത് എന്താണ്? അടുത്തത് രൂപകാലങ്കാരാണ്. എന്താണ് രൂപകാലങ്കാരം? വിഷയഭേദ താദ്രൂപ്യരഞ്ജനം വിഷയസ്യ രൂപകം തൃധാദിക്യ ന്യൂനത്വാനുഭയോക്തിഭിഃ. എന്താണ്? വിഷയഭേദ താദ്രൂപ്യരഞ്ജനം വിഷയസ്യ രൂപകം തൃധാദിക്യ ന്യൂനത്വാനുഭയോക്തിഭിഃ. ഒന്നെങ്കിൽ 2 വസ്തുക്കൾ തമ്മിലുള്ള അഭേദം പറയുക, അല്ലെങ്കിൽ താദ്രൂപ്യം പറയുക. ഈ സമയത്താണ് രൂപകാലങ്കാരം പറയുന്നത്. 2 വിഷയങ്ങൾ തമ്മിലുള്ള അഭേദമല്ലെങ്കിൽ താദ്രൂപ്യം പറയുന്നതാണ് രൂപകാലങ്കാരം എന്ന് പറയുന്നത്. അഭേദം, താദ്രൂപ്യം രണ്ടും ഏകദേശം ഒരേ മീനിങ് ഉള്ളതാണ്. പക്ഷെ അഭേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതുമായിട്ട് ഒരു ഭേദവും ഇല്ല, അത് തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയുന്ന അഭേദം. താദ്രൂപ്യം എന്ന് പറയുമ്പോൾ ഇത് അതുപോലത്തതാണ്, ഒരു സാമ്യം മാത്രമേ പറയുന്നുള്ളൂ. മറ്റേത് ഭേദമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇത് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. എടുത്ത് പറയേണ്ടതില്ല തോന്നുന്നു, എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആയിരിക്കും. നമുക്ക് അതിൻ്റെ ബാക്കിയിലേക്ക് പോവാം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
വിഷയ അഭേദ താദ്രൂപ്യരഞ്ജനം വിഷയസ്യ രൂപകം തത്ത്രിധാദിക്യ ന്യൂനത്വാനുഭയോക്തിഭിഹി. അപ്പൊ അഭേദം അല്ലെങ്കിൽ താദ്രൂപ്യം പറയുന്നിടത്ത് രൂപകം അത് തന്നെ 3 വിധത്തിലുണ്ട്. എന്ത്? ന്യൂനം, ആധിക്യം, അനുഭയം. അതായത് അഭേദരൂപകം 3 വിധത്തിൽ: ന്യൂനാഭേദം, അധികാഭേദം, അനുഭയാഭേദം. താദ്രൂപ്യാകുമ്പോൾ അനുഭയതാദ്രൂപ്യം, അധികതാദ്രൂപ്യം, ന്യൂനതാദ്രൂപ്യം. ഇങ്ങനെ 6 വിധത്തിലാണ് രൂപകാലങ്കാരം വരുന്നത്. അപ്പൊ രൂപകാലങ്കാരം ഒന്നെങ്കിൽ അഭേദമായിരിക്കും അല്ലെങ്കിൽ താദ്രൂപ്യമായിരിക്കും. ഈ 2 രീതിയിലാണ് രൂപകാലങ്കാരം വരുന്നത്. ഈ ഓരോ രീതിയിലും അഭേദ രൂപകം 3 വിധത്തിലുണ്ട്, താദ്രൂപ്യ രൂപകവും 3 വിധത്തിലുണ്ട്. അനുഭയാഭേദം, ന്യൂനാഭേദം, അധികാഭേദം, അനുഭയതാദ്രൂപ്യം, ന്യൂനതാദ്രൂപ്യം, അധികതാദ്രൂപ്യം. ഇങ്ങനെ 6 വിധത്തില് രൂപകാലങ്കാരമുണ്ട്. ഈ ഓരോ അലങ്കാരത്തിന്റെയും ലക്ഷണമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആദ്യത്തത് അനുഭയാഭേദ രൂപകം. അയം ഹി ധുർജടിഹി സാക്ഷാദ്യേന ദഗ്ധാ പുരക്ഷണാത്. ഇതാ ശിവൻ തന്നെയാണ്, ത്രിപുരാദഹനം നടത്തിയ അതേ ശിവൻ തന്നെയാണ് ഈ ശിവൻ. ഒരു ഭേദവുമില്ല, അഭേദമായിട്ടുള്ള അതേ ശിവൻ തന്നെയാണ് ഇവിടെയുള്ളത് എന്ന് പറയുന്നത്. അവിടെ ഒരു ന്യൂനത്വ ആധിക്യം ഒന്നും, ഈ ശിവന് വേറൊരു ന്യൂനത്വ ആധിക്യം ഒന്നും പറയുന്നില്ല. ഇത് അതേ ശിവൻ തന്നെയാണ്. എന്ത്? ത്രിപുരാദഹനം നടത്തിയ അതേ ശിവൻ തന്നെയാണ് ഇത് എന്ന് പറയുമ്പോൾ അവിടെ അനുഭയ അഭേദം, അവിടെ അഭേദാണ് പറയുന്നത്, വേറെ ഒന്നും ന്യൂനത്വ ആധിക്യം ഒന്നും പറയുന്നില്ല. ഇനി ന്യൂനാഭേദത്തിലേക്ക് വരുമ്പോഴോ, അയമാസ്താ വിനാശംഭുർ താർത്തീകം വിലോചനം. ഇത് അതേ ശിവൻ തന്നെയാണ്, അവിടെയും അഭേദം തന്നെയാ പറഞ്ഞത്. ഇത് ആ ശിവൻ തന്നെയാണ്, പക്ഷെ ഒരു ന്യൂനത്വം ഉണ്ട്. എന്താണ്? അവിടെ ഈ ശിവന് 3ാമത്തെ കണ്ണില്ല. താർത്തീകം വിലോചനം വിന. ആ ശിവന് 3ാമത്തെ കണ്ണുണ്ടായിരുന്നു, പക്ഷെ ഈ ശിവന് 3ാമത്തെ കണ്ണില്ല. അപ്പോ എന്താണ് അഭേദ രൂപകം എന്ന് പറയുമ്പോൾ ഇത് അതേ ശിവൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് അഭേദ രൂപകാണ്. ഇനി ഒരു ന്യൂനത്വ ആധിക്യം ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് അനുഭയാഭേദം. ഇനി ചെറിയൊരു ന്യൂനത്വം പറയുകയാണെങ്കിൽ അത് ന്യൂനാഭേദം. ഇനി ആധിക്യം പറയുകയാണെങ്കിൽ അത് അധികാഭേദം. ശംഭുർ വിശ്വം അവത്യദ്യ സ്വീകൃത്യ സമദൃഷ്ടിത. ഇത് അതേ ശിവൻ തന്നെയാണ്, പക്ഷെ ഈ ശിവൻ എല്ലാവരെയും സമദൃഷ്ടിയോടുകൂടി കാണുന്നതാണ് എന്നുള്ള രീതിയിൽ ഈ ശിവന് ഒരു ആധിക്യം പറയുകയാണെങ്കിൽ എന്താണ്? അധികാഭേദ രൂപമാണ്. അപ്പോൾ രൂപകാലങ്കാരം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 2 വസ്തുക്കൾ തമ്മിലുള്ള അഭേദം പറയുന്നു അല്ലെങ്കിൽ താദ്രൂപ്യം പറയുന്നു. അഭേദമാകുമ്പോൾ ഇത് അത് തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയും. താദ്രൂപ്യമാകുമ്പോൾ ഇത് അതുപോലത്തെ വേറൊരു, ഇപ്പൊ ഇത് വേറൊരു അതുപോലത്തെ വേറൊരു ലക്ഷ്മിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് താദ്രൂപ്യ രൂപകാണ്. അഭേദം എന്ന് പറയുമ്പോൾ ഇത് അത് തന്നെയാണ്, ഇത് ആ ശിവൻ തന്നെയാണ് അല്ലെങ്കിൽ ഇത് ആ ലക്ഷ്മി തന്നെയാണെന്ന് പറയുമ്പോൾ അഭേദ രൂപകം. അപ്പൊ ഇവിടെ അനുഭയാഭേദവും ന്യൂനാഭേദവും അധികാഭേദവും എന്താന്ന് കണ്ടു അല്ലെ. ഇനി നോക്ക്, അനുഭയ താദ്രൂപ്യവും ന്യൂനതാദ്രൂപ്യവും അധികതാദ്രൂപ്യം എന്താണ്? അസി മുഖേന്ദുനാലബ്ധി നേത്രാനന്ദേ കിമെന്തുന. ഈ മുഖമാകുന്ന ചന്ദ്രനുള്ളപ്പോൾ നേത്രാനന്ദത്തിന് എന്തിനാണ് മറ്റൊരു ചന്ദ്രൻ? അപ്പൊ അവിടെ എന്താണ്? ഇത് ഈ മുഖചന്ദ്രൻ എന്ന് പറയുന്നതും മറ്റേ ചന്ദ്രൻ എന്ന് പറയുന്നതും അവിടെ അതുപോലത്തെ വേറൊന്ന്, മുഖമാകുന്ന ചന്ദ്രൻ എന്താണ് പൂർണ്ണചന്ദ്രന് തുല്യമാണ് എന്നുള്ള രീതിയിൽ ഒരു താദ്രൂപ്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ ചന്ദ്രനുള്ളപ്പോൾ, മുഖചന്ദ്രനുള്ളപ്പോൾ നേത്രാനന്ദത്തിന് എന്തിനാണ് മറ്റൊരു ചന്ദ്രൻ? അവിടെ താദ്രൂപ്യമാണ് പറയുന്നത്. അതുപോലെ തന്നെയുള്ള തദ്രൂപത്തിലുള്ള ഒന്ന് തന്നെയാണ് ഈ മുഖമാകുന്ന ചന്ദ്രൻ. പിന്നെ ഇവിടെ ന്യൂനത്വ ആധിക്യം ഒന്നും പറയാത്തത് കൊണ്ട് അത് അനുഭയ താദ്രൂപ്യം. ഇനി ന്യൂനതാദ്രൂപ്യം വരെയാണ്. എന്താണ്? സ്വാധ്വീയം അപരാലക്ഷ്മി രസുധാസാഗരോദിത. സാധ്വീയം അപരാലക്ഷ്മി രസുധാസാഗരോദിത. ഇത് മറ്റൊരു ലക്ഷ്മിയാണ്, പക്ഷെ എന്താണ്? പാലാഴിയിൽ നിന്നും വന്നതല്ല എന്ന് മാത്രം, ഒരു ന്യൂനത്വമാണ് അവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ന്യൂനതാദ്രൂപ്യം. ഇനി അധിക താദ്രൂപ്യം ആവുമ്പോൾ അയം കളങ്കിനശ്ചന്ദ്രോ മുഖചന്ദ്രോ അതിരിച്ചതേ. അവിടെ ഈ അതായത് കളങ്കമുള്ള ചന്ദ്രനേക്കാൾ മുഖചന്ദ്രൻ കുറച്ചും കൂടി വ്യത്യസ്ത അല്ലെങ്കിൽ ഭംഗിയുള്ളതാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പൊ അവിടെ മുഖമാകുന്ന ചന്ദ്രനും പൂർണ്ണചന്ദ്രനും രണ്ടും തമ്മിലുള്ള താദ്രൂപ്യം പറയുന്നുണ്ട്. എന്നിട്ട് ഈ മുഖചന്ദ്രൻ ഒരു ആധിക്യം ഉണ്ട്. എന്താണ്?
മറ്റേ ചന്ദ്രന് കളങ്കമുണ്ട്, ചെറിയൊരു കളങ്കമുണ്ട്. പക്ഷെ മുഖമാകുന്ന ചന്ദ്രന് ആ കളങ്കമില്ല. അവിടെ ഒരു ഗുണം, അധിക ഗുണം കൂടി ഈ മുഖചന്ദ്രനുണ്ട് എന്നുള്ള രീതിയിൽ ആധിക്യം പറയുകയാണെങ്കിൽ അത് അധിക താദ്രൂപ്യ രൂപകാണ്. ഓക്കെ, ഇനി എന്താണ്? ഉത്പ്രേക്ഷ അലങ്കാരാണ് വരുന്നത്.